Syrah Basmati Rice Biryani Queen, powered by Willy White Toothpaste. ഏതൊരു മത്സരത്തിൻ്റെയും പരിസമാപ്തി എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ഫിനാലെയാണ്. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബിരിയാണി ക്വീൻ എന്നുള്ള മത്സരത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡും അവസാനത്തെ ഒരു ലാപ്പുമാണിത്. അതായത് ഗ്രാൻഡ് ഫിനാലെ ദിവസം. കാര്യം 24 നിന്നും അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ 12, അത് കഴിഞ്ഞ് 8, അത് കഴിഞ്ഞിട്ട് 5. ഈ 5 ആൾക്കാർ മത്സരിക്കുന്നതാണ് ഗ്രാൻഡ് ഫിനാലെ. ഇന്ന് നമ്മുടെ മത്സരാർത്ഥികൾ ഇവിടെ മത്സരിക്കാൻ പോകുന്നത് ഈ 5 പേരും വ്യത്യസ്തമായ 5 തരം ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും. ഇന്നത്തെ റൗണ്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് അവരുടെ ഒരു റൗണ്ടാണ്. ഇത് അവരുടെ ഇന്നൊവേഷൻ അല്ലെങ്കിൽ അവർ തന്നെ കണ്ടെത്തിയത്, അവരുടെ വേണമെങ്കിൽ അവർക്ക് തന്നെ പേരിടാൻ പറ്റുന്ന സിഗ്നേച്ചർ ഡിഷസാണ് ഇന്ന് അവർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം ത്രൂ ഔട്ട് ദിസ് ജേർണി എന്നോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ കൃഷ്ണയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൃഷ്ണയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫൈനലിസ്റ്റുകൾ റെഡിയായിരിക്കുന്നു, വെയിറ്റിംഗ് ആണ്. 5 പേരും. നിങ്ങൾ റെഡിയാണല്ലോ? തുടങ്ങാം. നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, തുടങ്ങിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറ്റിച്ചിറ ബിരിയാണിയാണ്. ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാൻ നന്നായി ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് നമ്മളെ ഓനിയൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരാം. നമുക്ക് ഈ സെയിം ഓയിലിൽ തന്നെ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വറുത്ത് കോരാം. ഇനി ഇതിലോട്ട് നമ്മൾ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും രണ്ടും കൂടെ വറുത്ത് കോരാം. പാൻ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഈ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്താണ് പ്ലാൻ ചെയ്തത്? കുറ്റിച്ചിറ ബിരിയാണി. കുറ്റിച്ചിറ വളരെ ഫേമസ് ആണ് ബിരിയാണിയുടെ. അപ്പോൾ ആ ബിരിയാണി നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്വന്തം ബിരിയാണി ആയിരിക്കണം. അതെ അതെ, ആ ഒരു സ്റ്റൈലിൽ എൻ്റെ സിഗ്നേച്ചർ ബിരിയാണി. അതാണ് അതെ അതെ. വാട്ട് ക്രിയേറ്റിവിറ്റി എന്നുള്ളത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം, വ്യത്യാസം ഉണ്ടാവില്ല. വല്ലാതെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഉള്ളത് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ്. സത്യസന്ധമായി പറയാം. അതെ അതെ അതെ. നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതക്കിയത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലോട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇനി നമ്മൾ മല്ലിച്ചപ്പ്, പുതിന ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മളൊരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് പൊരിച്ച സവാള കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബിരിയാണീൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കൂടുതൽ മല്ലിയില ചേർക്കുന്നുണ്ട്. നമ്മളെ ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് റൈസ് തയ്യാറാക്കാം. നമ്മളെ പാൻ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലോട്ട് ഓയിൽ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാക്കിയതിലേക്ക് ഞാൻ പട്ടയും ഏലക്ക, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള നിലക്ക് ഒഴിക്കാം. ചില അരി, അതായത് കുറച്ച് പഴകിയ അരിക്കാണ് കൂടുതൽ വെള്ളം വേണം. പുതുതായിട്ട് വരുന്ന അരിക്ക് കുറച്ച് വെള്ളം കുറവായിട്ടാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഞാൻ ഇതിൽ ചേർത്ത വെള്ളം നല്ല ബോയിൽഡ് വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്, നോർമൽ വാട്ടറല്ല. തിളച്ച വെള്ളം ഞാൻ തൊട്ടടുത്തുള്ള അടുപ്പിൽ വെച്ചിട്ട് തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അരിയും വെള്ളം സെയിം ആയതിന് ശേഷം നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം. തീ ഒന്ന് സിമ്മാക്കണം. നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. റൈസ് റെഡിയാണ്. നമ്മൾ മസാല ഇവിടെ നന്നായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് ദമ്മിടാം. ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ സാധാ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെയാണ് നമ്മൾ പുറത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളിയും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയില, ശേഷം കുറച്ച് ബിരിയാണി മസാല വിതറി കൊടുക്കാം. വീണ്ടും നമ്മൾ റൈസ് ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. വീണ്ടും ആദ്യം ചെയ്ത പോലെ കിസ്മിസും ഉള്ളിയും അണ്ടിപ്പരിപ്പും വിതറി കൊടുക്കുക. കുറച്ച് മല്ലിയില, കുറച്ച് ബിരിയാണി മസാല. നമ്മൾ ബിരിയാണി ഇവിടെ ദമ്മായിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ചിട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മളെ സ്വാദേറിയ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം അതിൻ്റെ അടപ്പോട് തുറന്നപ്പോൾ യെസ് അല്ലേ? വന്നു. ഓക്കെ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൈനാപ്പിൾ ദം ബിരിയാണിയാണ്. ആദ്യമായി ചിക്കനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിന, മല്ലി പേസ്റ്റ്, ഈ പേസ്റ്റ് ഒരല്പം ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഹാഫ് പോർഷൻ ഈ ചിക്കനിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെക്കുക. ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുറിച്ച് വെച്ച ഈ പൈനാപ്പിളിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കുക. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിൽ ഞാൻ ഉള്ളി പൊരിച്ചിട്ട് മാറ്റി വെക്കും. അതിന് ശേഷം ഈ എണ്ണയായിരിക്കും റൈസിനും മസാലക്കും എല്ലാം യൂസ് ചെയ്യുന്നത്. നന്നായി വഴറ്റി ഗോൾഡൻ ബ്രൗൺ ആക്കി മാറ്റി വെക്കണം. ഒരല്പം ഗാർണിഷിനും ബാക്കി മസാലയിലേക്കും ഇടാൻ വേണ്ടി. ഈ ചിക്കനിലേക്ക് ഒരല്പം പെപ്പറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരല്പം ഹോൾ ഗരം മസാല ഇട്ടതിന് ശേഷം സവോള വഴറ്റാനിടുകയാണ്. ചെറിയ ഉള്ളിയും സവോളയും രണ്ടുമാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തത്. മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരിട്ട് സെക്കൻഡ് മാരിനേഷന് വേണ്ടി കുറച്ച് സമയം വെക്കുകയാണ്. ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ
ഈ അരച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പുതിനയില എന്നിവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹാഫ് പോർഷൻ ഞാൻ ചിക്കനിൽ ചേർത്തതായിരുന്നു. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഒരല്പം കറിവേപ്പില കൂടി ഇതിന് മസ്റ്റാണ്. നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് മൂടി വെച്ച് കാത്തിരിക്കാം. എന്താണ് സ്പെഷ്യൽ ഇന്ന്? ഇന്ന് പൈനാപ്പിൾ ചിക്കൻ ദം ബിരിയാണി. സ്വന്തം സ്വന്തം വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ എപ്പോഴും ഉണ്ടാക്കും. നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ സാധനം അല്ലേ? ആ ഒരു സ്ഥലത്തും ഉള്ളതല്ല. ഇറ്റ്സ് യുവർ ഓൺ ക്രിയേഷൻ. ഞാൻ പൈനാപ്പിൾ മിക്സ് ആക്കിയിട്ട് വാക്കലുണ്ട്. പിന്നെ അതല്ല, ഈ ഒരു ബിരിയാണി എന്ന് പറയുന്നത് ഒരു ഇന്നോവേറ്റീവ് ഡിഷാണ്. ഇത് മറ്റു സ്ഥലങ്ങളിലോ കടകളിലോ ഒരു ഏരിയയിലോ പോയാൽ കഴിക്കാൻ പറ്റുന്നതല്ല. നിങ്ങളുടെ വീട്ടിൽ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അങ്ങനത്തെ പിന്നെ പുതിന, മല്ലി ഇതൊക്കെ അരച്ചിട്ടാണ് ചേർക്കുന്നത്. എന്ത് പേരാണ് ഇട്ടിരിക്കുന്നത്? പൈനാപ്പിൾ ചിക്കൻ ദം ബിരിയാണി. ദം ബിരിയാണി. യെസ്. ഇത് കൈമ റൈസിലാണ് ഉണ്ടാക്കുന്നത്, ബാസ്മതി അല്ല. അല്ല, ഓക്കെ. സാധാരണ വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി അധികം ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു. ഓക്കെ, ഉണ്ടാക്കിക്കോളൂ. നമ്മൾ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് ഈ വറുത്ത് വെച്ച സവോള പൊടിച്ച് ചേർക്കുകയാണ്. റൈസ് തയ്യാറാക്കാനായി ബാക്കിയുള്ള എണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ചോറിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അതിന് ഞാൻ അരി കഴുകി ഊറ്റിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദമ്മിടാനുള്ള പ്രോസസ്സ് തുടങ്ങാം. ഈ പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞതും അല്പം മല്ലിയില, ഫ്രൈഡ് ഓണിയൻസ്, പിന്നെ ഈ ചെറുനാരങ്ങ നീരും കളർ ചേർത്തത്, ഗരം മസാല, അവസാനമായി ഒരല്പം ഗീ കൂടി ചേർത്ത് കൊടുക്കണം. ഏതായാലും ടേസ്റ്റിയായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ടേസ്റ്റിയായ പൈനാപ്പിൾ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ടെൻഡർ കോക്കനട്ട് ചിക്കൻ ബിരിയാണിയാണ്. ഒരു വളരെ സ്പെഷ്യലായ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റിയാണ്. വെറൈറ്റി ആയിട്ട് തന്നെയാണുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിത് പാൻ ചൂടായിട്ട് നെയ്യിലാണ് പൊരിച്ചെടുക്കുന്നത്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉള്ളി പൊരിക്കാനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഉള്ളി പൊരിച്ചെടുക്കുക. കരിഞ്ഞു പോവാതെ ഇളക്കിക്കൊണ്ട് നിന്നാലാണിത് കറക്റ്റ് ആ ഒരു കളറിൽ കിട്ടുള്ളൂ. ഏകദേശം ഉള്ളി ഒന്നിങ്ങനെ വഴന്ന് വരുന്നുണ്ട്. നല്ലൊരു കളറിലാവണം. അതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഏകദേശം ഈ ഉള്ളി കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗണ്. അപ്പോൾ നമുക്കിതിന് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം.
കാഷ്യൂനട്ട് ഇപ്പം കളറ് മാറി വരുന്നുണ്ട്, കരിഞ്ഞു പോവാതെ നോക്കണം. ഇപ്പോൾ ഈ നെയ്യിൽ തന്നെ നമ്മൾ മുന്തിരി വറുത്തെടുക്കുകയാണ്. കളറിൽ തന്നെ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോഴത്തെ മൂഡ് എന്താണ് ചോദിക്കട്ടെ ആദ്യം? ടെൻഷനാണോ ഹാപ്പിനെസ് ആണോ? അല്ല, എനിക്ക് സന്തോഷമാണ്. അപ്പോൾ എന്താണ്? ഞാൻ ഇതുവരെ പുറത്ത് ഈ ഒരു റെസിപ്പി വിട്ടിട്ടില്ല, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് കണ്ടെത്തിയൊരു ബിരിയാണിയാണ്. എനിക്കിതിൻ്റെ ടെൻഡർ കോക്കനട്ട് ചിക്കൻ ബിരിയാണിയാണ്. മസാലയ്ക്കുള്ള പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലിട്ട വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ കുഴഞ്ഞ് വരട്ടെ. ആ സമയം നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. ബിരിയാണിയിലേക്ക് ആവശ്യമായ ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. ഉള്ളി കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വാടി വന്ന ഈ ഉള്ളിയിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. പുതിന ഇടാം, മല്ലിച്ചപ്പ് ഇടാം. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ തൈര് ചേർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിന് പകരം എടുത്ത് വെച്ച ഇളന്നി നല്ലപോലെ അരച്ച പേസ്റ്റാണിത്. ഇളന്നി മാത്രം അരച്ച പേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഇതിലിട്ട് കൊടുക്കാം. ആ തൈരിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിൽ നിൽക്കുക. ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് 2 വിസിലടിച്ച് വെച്ച ചിക്കൻ ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് തയ്യാറാക്കാം. നെയ്യ് ചൂടായി വന്ന് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പട്ട, ഏലം, ബേ ലീവ്സ്, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് ഫസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് കരിക്ക് വെള്ളമാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ടും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. ബിരിയാണി മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബിരിയാണി മസാല അതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള റൈസ് കൂടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുത്ത് പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മസാല അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാം. മുന്തിരിയും ഉള്ളിയും കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുറച്ച് സമയം ചെറിയ ചൂടിൽ ദം ചെയ്യാം. ടെൻഡർ കോക്കനട്ട് ചിക്കൻ ബിരിയാണി ദം ചെയ്ത് വെച്ചതാണ്. നമുക്കിനി ദം പൊട്ടിച്ച് ടെൻഡർ കോക്കനട്ട് തന്നെ നമുക്ക് നിറയ്ക്കാം. ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്. പിന്നെ അങ്ങനെ എടുത്ത് കഴിക്കാനൊന്നും ഇതാവില്ല. പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ജഡ്ജസിന് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും വെക്കാം. അപ്പം ടെൻഡർ കോക്കനട്ട് ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റൈലിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കോക്കനട്ടിൽ ഇത് നിറച്ചിട്ടുള്ളത്. ഞാനൊരു ഫ്യൂഷൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സിംഗപ്പൂരിയൻ ബിരിയാണി. ഇത് ഓത്തൻറ്റിക് സിംഗപ്പൂരിയൻ ബിരിയാണിയല്ല, ഇതൊരു പാകിസ്ഥാനി ചൈനീസ് മിക്സായിട്ടുള്ള, ഇന്ത്യൻ മിക്സായിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഫ്യൂഷൻ ബിരിയാണിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായാൽ നമുക്ക് ഈ റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള സോൾട്ട് ഇട്ടിട്ടുണ്ട്. കൂടെ ഒരു 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റൈസ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റൈസ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇന്ന് ഞാൻ ട്രഡീഷണൽ ബിരിയാണിയെല്ലാം ഒന്ന് ഒഴിവാക്കി നമ്മളൊരു
ഫ്യൂഷൻ അതാണ് നമ്മൾക്ക് ആഗ്രഹം. എന്താണ് നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് തന്നെ മനസ്സിലാവും. പരീക്ഷിച്ചിട്ട് ഒരു ഫ്യൂഷൻ യുവർ സിഗ്നേച്ചർ? ലെയർഡ് റൈസ്, 1 ഡിഷ് റൈസ് ബിരിയാണി തന്നെ. ലെയർഡ് ബിരിയാണി. ബിരിയാണി എന്ന് പറയാനും പറ്റില്ല, ഒരു ഫ്യൂഷൻ റൈസ്, സിംഗപ്പൂരിയൻ ബിരിയാണി. അതിൽ നമ്മൾ പാകിസ്ഥാനിയും വരുന്നുണ്ട്, കറാച്ചി, എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ലെയർഡ് ഡിഷ്. വെരി ഗുഡ്. അപ്പൊ ഈ ലെയർഡ് ആദ്യം നൂഡിൽസ് ആയിരിക്കും വരുന്നത്, ബിരിയാണി ആയിരിക്കും വരുന്നത്. നൂഡിൽസ് അടിയിൽ വരും, പിന്നെ റൈസ് വരും, പിന്നെ ഞാൻ ചിക്കനും വെജീസ് എല്ലാം ഇട്ടിട്ട് ഒരു മസാല തയ്യാറാക്കും, പിന്നെ ഒരു സ്പെഷ്യൽ സോസ് ഉണ്ട്. അങ്ങനെ വെരി നൈസ്. കേട്ടിട്ട് 1 ഡിഷ് മീൽ, 1 ഡിഷ് ബിരിയാണി, റൈസ്, 1 ഡിഷ് ബിരിയാണി. യെസ്. എന്ത് തൊട്ടാലും ഇങ്ങനെയാണല്ലോ. എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഒരുപാട് ട്രഡീഷണൽ ബിരിയാണീസ് നമ്മൾ ഉണ്ടാക്കില്ല. ഇല്ല, ഇത് നിങ്ങളുടെ തന്നെ ഒരു സാധനം. ഇതായിരുന്നു നമുക്ക് ആവശ്യം ശരിക്കും, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. മനസ്സിൽ എനിക്കൊന്ന് തോന്നിയിട്ട് പർപ്പസ് അതാണ് ഈ ഫിനാലയുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു റെസിപ്പി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ക്യാരി ഓൺ. ടൈം കുറവല്ലേ? ചേച്ചി നല്ല റൗണ്ടാ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ലത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ സ്പെഗത്തി നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്, അതിലേക്ക് നൂഡിൽസ് ഇട്ടിട്ട് നമുക്ക് വേവിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് ബട്ടറും 1 ടീസ്പൂണ് ഗീയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്ത് വെച്ച ബോൺലെസ് ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ക്രഷ്ഡ് റെഡ് ചില്ലി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂണ് സോയാ സോസ്, 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്. ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് ഈ ഗ്രേവി ഒന്ന് തിക്കാക്കിയിട്ടെടുക്കാം. നമ്മൾ ഈ ഫൈനൽ റൗണ്ടിൽ ഒരു ഇന്നോവേറ്റീവ് ബിരിയാണിയാണ് തയ്യാറാക്കാൻ പറഞ്ഞത്. അത് നമ്മളായിട്ട് എടുത്ത ഒരു റെസിപ്പിയാണ്. അതാണ് ഞാൻ ഈ തരത്തിൽ തയ്യാറാക്കുന്നത്. ഇതൊരു ഫ്യൂഷൻ 1 ഡിഷ് ബിരിയാണിയാണ്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിയില ചേർത്ത് കൊടുക്കും. നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഗീ ഇട്ടിട്ട് 1 ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം. ഇത് നമ്മുടെ റൈസിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. നമ്മുടെ ഈ ഫ്യൂഷൻ ബിരിയാണിക്കുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് വെക്കുന്നത് നൂഡിൽസാണ്. ബട്ടറിൽ കുറച്ച് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് നമുക്ക് ഈ നൂഡിൽസിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച റൈസ് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും മുന്തിരിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് ഇവിടെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് കാര്യങ്ങൾ.
ഏകദേശം ആയി തോന്നുന്നു. ഫ്യൂഷൻ ആയി. സിംഗപ്പൂർ ബിരിയാണി. ഇനി മസാല ഇതിൻ്റെ മുകളിലേക്ക് സെർവ് ചെയ്യണം. ഷായിട്ട് നൂഡിൽസ് അടിയില്ല അല്ലേ? അടിയിക്കുന്നു. ഇതില് റൈസ് ആൻഡ് ഈ മസാല അല്ലേ? പിന്നെ ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂ നട്ട്സും മേലയിലിട്ട് കൊടുക്കും. മസാല ഒന്ന് ചൂടാക്കി എടുക്കാം. അത് ചൂടാക്കിയിട്ട് നമുക്ക് ഈ റൈസിൻ്റെ മുകളിലേക്കായിട്ട് സെർവ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ടൊമാറ്റോ കെച്ചപ്പും ഹോം മെയ്ഡ് മയനൈസും ചില്ലി പൗഡറും സോൾട്ടും ഇട്ടിട്ടുള്ള ഒരു സോസ് നമുക്ക് ഈ മസാലയുടെ മുകളിലേക്കായിട്ട്. അപ്പോൾ നമ്മുടെ രുചികരമായ ഒരു ഫ്യൂഷൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പ്രോൺസും ചിക്കനും ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാനായി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുഴച്ച് മാറ്റി വെക്കാം. ശേഷം ചെമ്മീൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയും കൂടി ചേർക്കാം. ഇന്നത്തെ ബിരിയാണി എന്താണ് ഫിനാലയുടെ? അങ്ങനെ ചിക്കനും പ്രോൺസും ശംഖുപുഷ്പം വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കും. പേരെന്താ ഇട്ടിരിക്കുന്നത്? പേരിട്ടിട്ടുള്ള ഒരു പരീക്ഷണം. ഇന്നാണോ ഇപ്പൊ ഇവിടെ വെച്ച് തോന്നിയത്? ട്രയൽ പോലും ഇല്ല നോക്കിയില്ല. ഇല്ല. ഓ വെരി ഗുഡ്. അപ്പൊ കാണാല്ലേ? അപ്പൊ ഒരു കളർ എന്തായിരിക്കും? ശംഖുപുഷ്പത്തിന്റെ കളർ ആവും റൈസിന്. അതെ യെസ്. ഓക്കെ. അപ്പൊ പരീക്ഷണമാണ്. ഒരു ടെൻഷൻ ഉണ്ടപ്പോ. ഇല്ല ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ. ഇല്ല, ഫസ്റ്റ് ഇല്ല, ടൈം അല്ലേ? ഓക്കെ. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫൈനൽ ഔട്ട്പുട്ട് എപ്പോഴും നന്നായി വരും. നന്നായി വരും. Yes, that's also true. വളരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് അവസാനം അങ്ങ് കോൺഫിഡൻസ് ഉണ്ട് അല്ലേ എല്ലാ അവസരം? നമ്മൾ ഭയങ്കര അങ്ങനെയൊന്നുമല്ല, നല്ല അറിയാം. ഓക്കെ, നടക്കും. ഓനിയൻ ഫ്രൈ ചെയ്യാനായി പാൻ വെക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുക. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരിയതായി അരിഞ്ഞു വെച്ച് ഉള്ളി ചേർക്കുക. ഉള്ളി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ശേഷം ഇതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. ശേഷം ആവശ്യമായ തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണിന്ന്. ഫൈനൽ വരെ എത്തുന്ന തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. മാഷാ അല്ലാഹ്. എല്ലാത്തിലും സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. തക്കാളി നല്ല പേസ്റ്റ് പരുവം ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുക. മസാല റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്.
മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ ചെമ്മീനും വറുക്കാം. ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്കിനി റൈസ് ഉണ്ടാക്കാം. ഓയിൽ വയ്ക്കുക. അതിൻ്റെ കൂടെ 2 സ്പൂണ് നെയ്യ് ചേർക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ശേഷം കഴുകി വെച്ച അരി ചേർക്കുക. ഇതിലേക്ക് രമ്പയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില, പുതിനയില ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കുക. ശേഷം മൂടി വെച്ച് വേവിക്കുക. ഇവിടെ ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദമ്മിടാറായില്ല. മസാല റൈസ് ആകാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ പെട്ടെന്നാകും, കുഴപ്പമില്ല. ടൈം കീപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും. റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ശംഖുപുഷ്പം ഇട്ടുവെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ കുറച്ച് ശംഖുപുഷ്പം കൂടി ചേർക്കുന്നുണ്ട്. ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി അടച്ചു വെക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. വറുത്ത് വെച്ച കാഷ്യൂ, റൈസിൻസ്, റൈസ് ചേർക്കാം. ശേഷം മസാല ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ശേഷം വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. വറുത്ത് വെച്ച കിസ്മിസ് അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മുകളിലായി. ശേഷം ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കുക. ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് വെക്കാം. റൈസ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അങ്ങനെ ചിക്കൻ പ്രോൺസ് ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ആദ്യമായിട്ട് ജസീമ മുബാഷിർ. കുറ്റിച്ചിറ ബിരിയാണി വിത്ത് എ ട്വിസ്റ്റ് അല്ലേ? പുള്ളിക്കാരിയുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലിലേക്ക് മാറ്റുകയാണ് നമ്മൾ. ആർ യു ഹാപ്പി, സാറ്റിസ്ഫൈഡ്? ഫൈനൽ ഔട്ട്പുട്ടിൽ ആണ്. അപ്പോൾ ഞങ്ങൾ ഇനി ടേസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞാൽ മസാല കൂടെ കഴിക്കുമ്പോഴാണ്. മസാല ഇസ് വെരി നൈസ്. ചിക്കൻ ഇസ് സോഫ്റ്റ് അല്ലേ? ആ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ തന്നെ ആ സ്മെല്ല് വന്നിരുന്നു കേട്ടോ, ചിക്കൻ അതിനകത്ത് കുക്ക് ചെയ്യുന്ന. ഞങ്ങളിങ്ങനെ അടപ്പ് തുറന്നപ്പോൾ അതല്ലേ എപ്പോഴത്തെ? അതെ അതെ. ഓക്കെ, കൃഷ്ണയുടെ ഫേവറേറ്റ് അച്ചാർ എടുത്തോളൂ. ഗംഭീരമായിട്ട്. കുറച്ച് എരിവുണ്ടേ? അതെ അതെ. കുറച്ച് റൈസും കൂടി എടുത്തു. മൈൽഡ്. ഇതിപ്പോൾ കുക്കുമ്പർ റൈത്ത ചേർത്തിട്ടൊരു ലെമൺ ജ്യൂസ് എല്ലാം ഒഴിച്ചിട്ട്. ഓക്കെ, സ്പെഷ്യലാണ് അല്ലേ? നൈസ്.
ഹസീന ഹനീഫ്. പൈനാപ്പിൾ ചിക്കൻ ബിരിയാണി ഈസ് കമ്മിങ്. നല്ല രീതിയിൽ ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബിരിയാണി വിചാരിച്ച പോലെ തന്നെ വന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ഫൈനലിൽ എത്തിയതിൽ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. നമ്മളിപ്പോഴേ അതൊരു നല്ല പോയിന്റ് അല്ലേ ഇവിടെ വരിക എന്ന് പറയുമ്പോൾ, ഈ ഒരു ഫൈറ്റ് ഈ സ്റ്റേജിൽ. ഡെക്കറേഷനൊക്കെ ഇപ്പോൾ മസാല ഈ സൈഡിലാണ്. ഈ സൈഡിലാണ്. ഓക്കെ, കാരണം പൈനാപ്പിളിനെ ഞാൻ താഴോട്ട് വെക്കേണ്ടി വരും. നേരത്തെ റൗണ്ടിലാക്കി സൈഡിലോട്ടാക്കാം. ഓക്കെ, ദിസ് ഇസ് ദ മസാല സൈഡ്. ചിക്കനെ കട്ട് ചെയ്യുന്നു ആണോ? അല്ലേ? പീസ്. ഓക്കെ, ഇറ്റ്സ് ഫുൾ ഓഫ് മസാല. ഇത് ഓക്കെ അല്ലേ? ഈ ഒരു മസാല അത് മിക്സ് ചെയ്തിട്ടെടുത്തു. മിക്സ് ചെയ്യണം. പൈനാപ്പിൾ പീസസ് അല്ലേ മേലെ പീസസ് അല്ലേ ചോറിലെ. ഓക്കെ, ഒന്ന് വന്നോളൂ, വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. എസൻസ് ഉപയോഗിച്ചിരുന്നോ? ഇല്ല, പൈനാപ്പിൾ മാത്രം. ഒരു എസൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. മണം ഈസ് കമ്മിങ്. എസൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇല്ല, പൈനാപ്പിളിൻ്റെ റിയൽ ആയിട്ട് എടുത്തിട്ടാണ്. മതി. താങ്ക് യു. പൈനാപ്പിൾ നല്ല പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ട്. ഒരു പൊടിക്ക് ഓവറായിട്ടുമില്ല, കറക്റ്റാണ്. അതായത് പൈനാപ്പിൾ മേലയിൽ കുറച്ച്, പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന നേരം കുറച്ചിട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ഉദ്ദേശിച്ച കാര്യം പൈനാപ്പിൾ ചിക്കൻ ബിരിയാണി. ഇതിൽ ശരിക്കും പൈനാപ്പിൾ ശരിക്കും കയറി തന്നെ നിൽക്കുന്നു. ഒരു എസൻസ് ഒഴിച്ച പോലെ തോന്നുന്ന രീതിയിൽ നിൽക്കുന്നു, പക്ഷേ എസൻസ് ഒഴിച്ചിട്ടില്ല. ഫ്ലേവർ വരാൻ വേണ്ടിയാണ് ഞാൻ പൈനാപ്പിൾ ഉണ്ട്, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പം റൈസ് കഴിച്ചു കഴിഞ്ഞാലും ആ പൈനാപ്പിളിന്റെ ഫീല് നിൽക്കുന്നുണ്ട്. ചിക്കൻ കഴിച്ചിട്ടില്ല. ചിക്കൻ കഴിക്കണം. ചിക്കൻ കഴിച്ചിട്ടേ അടങ്ങും. സോഫ്റ്റാണ് അല്ലേ? പറയാം. ചിക്കൻ ഇസ് ഓൾസോ നൈസ്. കൊള്ളാം, നന്നായിട്ട്. ഗുഡ്, താങ്ക് യു. ജഷീല യാസർ, വയനാട്. ആദ്യമേ 2 ചായ എത്തിയിട്ടുണ്ട്. തെങ്ങുംതോപ്പ് വരുന്നു, നടന്നു വരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ കരിക്ക് ചിക്കൻ ബിരിയാണി. ടെൻഡർ കോക്കനട്ട് ചിക്കൻ ബിരിയാണി. യെസ്, ഓക്കെ. ഞങ്ങളുടെ ടീയെ കുറിച്ചും കൂടി ഒന്ന് പറയാം. ടീ അല്ല, കോഫിയാണ് അല്ലേ? കോഫി. അത് പനിക്കൂർക്ക, പട്ട, ഗ്രാമ്പു, എന്താ പേര്? കൽക്കണ്ടം പൊടിച്ചത്, സ്വല്പം കാപ്പിപ്പൊടി കളറിന് വേണ്ടി മാത്രം. ഗുഡ്. ഇനി നമ്മൾ ബിരിയാണിയിലേക്ക് കടക്കുന്നു. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ് for being the fine. Yes. Thank you.
ഇതൊന്നും എടുക്കണോ എല്ലാം അത് ഞാൻ വെറുതെ മസാല ഇതിനകത്തോട്ടോ ഇല്ല ഇതിനകത്തെല്ലാം ഉണ്ടോ? അത് മിക്സ് ചെയ്ത് വെച്ചത്, അത് മസാല മാത്രം. ഇതിനകത്ത് അല്ല അത് അവിടെ അതിൽ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചിക്കന്. അപ്പോൾ അതിന് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ടെൻഡർ കോക്കനട്ട് ആണ്, തൈര് ചേർക്കാതെ നാരങ്ങ ചേർത്ത് പുളുക്കി ആ ഒരു ഫുഡിനെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് തൈര് ഒഴിവാക്കിയതാണ്. ചിക്കനും തൈരും എതിർ ഫുഡായത് കാരണം അങ്ങനെ ഒരു ഇത് പരീക്ഷണം നടത്തി നോക്കിയതാണ്. പിന്നെ തൈര് പുളിക്ക് പകരം ചെറുനാരങ്ങ ചേർത്തിട്ടുണ്ട്. വിരുദ്ധ ഫുഡാണെന്നൊക്കെ പറയുമ്പോൾ പക്ഷെ നമ്മളതെപ്പോഴും കഴിക്കുന്നു. ചില ഏരിയാസിൽ അങ്ങനെ പറയാറുള്ളൂ. പക്ഷെ ഇപ്പോൾ ബംഗാളിലൊക്കെ പോയി കൽക്കട്ട ആ സൈഡൊക്കെ ആണെങ്കിലും ചോറിൽ ഇളന്നി വെള്ളം ചേർത്താണ് ബംഗാളീസ് തൈരും ഫിഷും ഒക്കെ ചേർത്തിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറില്ലേ? ചോറ് ഇളന്നി വെള്ളം ചേർത്തിട്ടാണ് ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബിരിയാണി മസാല സ്വന്തമായിട്ട് പൊടിച്ച് ബിരിയാണി മസാല ചേർത്തിട്ട് മസാല ആ ഇളന്നി നല്ല പേസ്റ്റാക്കി ചേർക്കുമ്പോൾ തൈരിൻ്റെ ഒരു മുഴുപ്പ മസാലയിൽ. ഓക്കെ, അതൊരു ന്യൂ ഐഡിയ ആണ്. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. കരിക്കിൻ്റെ വെള്ളത്തിൽ റൈസ് വേവിക്കുന്നത് ദാറ്റ്സ് എ ന്യൂ ഐഡിയ. ഓക്കെ, നൈസ്. അത് റോബസ്റ്റ് പഴവും പാഷൻ ഫ്രൂട്ടും. മറന്നുപോയി. That's achar. Nice. Nice. Very nice. അടുത്ത ആളെ വിളിക്കാം. ഫെമി മുനീർ. Femi, congratulations for being the finalist. Thank you. ഇത് നമ്മുടെ ഫ്യൂഷൻ ബിരിയാണി. സിംഗപ്പൂർ ആൻഡ് ചൈനീസും ഇന്ത്യനും എല്ലാം കൂടി ഉള്ള ഒരു ഇന്നോവേറ്റീവ് മൈ ഓൺ റെസിപ്പി. യുവർ ഓൺ റെസിപ്പി. ഞങ്ങൾക്കതാണ് വേണ്ടത്. ട്രിപ്പിൾ ഡിലൈറ്റ് എന്ന് പറയാം. അതായത് നൂഡിൽസ്, റൈസ് ആൻഡ് ചിക്കൻ ആൻഡ് വെജിറ്റബിൾസ്. സ്പെഷ്യൽ സോസും അല്ലേ? ഈ ബിരിയാണികളിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഫെമിയുടെ ഈ ഒരു ലെയേർഡ് ഫ്യൂഷൻ ബിരിയാണി. ഗുഡ് ഫ്യൂഷൻ ബിരിയാണി. നൈസ്. The sauce and more is good. നന്നായിട്ടുണ്ട്. നല്ലൊരു നൂതനമായൊരാശയം ഫ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലെയേഴ്സും ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. യെസ്, താങ്ക് യു. Mix of different cuisines. താങ്ക് യു. അങ്ങനെ നമ്മുടെ അവസാന താളിലേക്ക് എത്തുന്നു. റഫീന റഫീഖ്. ചിക്കൻ ആൻഡ് പ്രോൺസ്. ഇതിലെന്താണ് പുതുമ, അല്ലെങ്കിൽ എന്താണ്, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? ഇതിലെ ഇന്നോവേഷൻ എന്താണ്? അങ്ങനെയൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല, പക്ഷെ സ്വന്തമായിട്ട് കണ്ടെത്തിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കാം എന്താണ് ആ വ്യത്യാസം. ഇതിൽ പ്രോൺസ് ഉണ്ട് ആൻഡ് ചിക്കൻ. അത് സീ ഫുഡിനെയും ചിക്കനെയും കൂടി ഒന്നിച്ചാക്കി അല്ലേ? മസാല ഏത് ഭാഗത്താണ് കൂടുതൽ? ഈ സൈഡാണോ?
സീ ഫുഡ് ബിരിയാണി. ഏതാണ്ട് അതുപോലെയാണ് അല്ലേ? കൊള്ളാട്ടോ. ടേസ്റ്റ് രുചിയുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ മച്ച് അബേറ്റഡ് ആ ഒരു ഏരിയയിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് വിന്നേഴ്സ്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് The most important part അല്ലേ? ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു എന്താ പറയുക അവാർഡ്, അതാരായിരിക്കും ആ ക്വീൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഇവിടെയല്ല. ഒരു പ്രൈസ് ഗിവിങ് സെറിമണി ഉണ്ട്, ഒരു വാലിഡേറ്ററി ഫംഗ്ഷൻ അവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇത് നേരെ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ. യെസ്. Namaskaram everyone and welcome back once again to the final moments of the Fira Basmati Rice Biryani Q&A. കഴിഞ്ഞ 12 ദിവസങ്ങളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാടുകളിൽ നിന്നും ലഭിച്ച 10,000-ന് മുകളിൽ ആപ്ലിക്കേഷനുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 24 കണ്ടസ്റ്റൻസ് ഉണ്ടാക്കി കൊടുത്ത ഒരുപാടധികം ബിരിയാണികളായിട്ട് ഈ ഒരു കൈരളി സ്റ്റുഡിയോ വളരെ പ്രണയമുഖരിതമായി നിൽക്കുകയാണ്. ഒരു ബിരിയാണി പ്രണയം കഴിഞ്ഞ കുറേ അധികം നാളുകളെ, ശരിക്കും പറഞ്ഞ ഒരു 2 പതിറ്റാണ്ടുകളിലേറെയായി നമ്മൾ മലയാളികൾക്ക് ഒരുപാടധികം സ്നേഹത്തിൻ്റെ, സ്വാദിൻ്റെ ഒക്കെ തന്നെയുള്ള രുചിവിസ്മയങ്ങൾ തീർക്കാൻ വേണ്ടി ഒരുപാടധികം റെസിപ്പികൾ പറഞ്ഞു തന്ന ഒരു അടിപൊളി lady and an extremely amazing culinary expert, a very gorgeous star and the real star of Dr. Lakshmi Nair. Hello. Hi, Chichi. Hi. Absolutely happy to be sharing the stage with you once again. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി കഴിഞ്ഞ 12 ദിവസങ്ങൾ? യെസ്, കഴിഞ്ഞ 12 ദിവസത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ അഭിമാനം തോന്നുന്നു. കാര്യം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ എത്ര മനോഹരമായിട്ടാണ് പാചകം ചെയ്യുന്നത്. വളരെ ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു ഓരോരുത്തരുടെയും. ഞാനും കൃഷ്ണയും ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇത് വെറുതെ പറയുന്നതല്ല, ഇതൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു മാർക്കിങ്ങും 1, 2, 3 ഒക്കെ വരുന്നത്. അല്ലാണ്ട് പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എല്ലാവരും എക്സലൻ്റ് ആയിരുന്നു. ഹാറ്റ്സ് ഓഫ് ടു ദം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഫിറ ബസ്മതി റൈസിനെ കുറിച്ചാണ്. കാര്യം ആ ഒരു റൗണ്ടിൽ നമ്മൾ ആ ബസ്മതി റൈസാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ അവർക്ക് ഒരു പരിചയമില്ല, അവർ ആദ്യമായിട്ട് അങ്ങനെ ഒരു റൗണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ എങ്കിലും അവർ ആ ഒരു സ്പിരിറ്റിൽ അതൊരു കോമ്പറ്റീഷനാണല്ലോ, സ്വാഭാവികമായിട്ട് അത് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു റൗണ്ടിൽ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ എന്താ മണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, നല്ല അരിയാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു എക്സലൻറ്റ്, എല്ലാവരും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നു. അതൊരു വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും എങ്ങനത്തെ പ്രോഡക്റ്റ് കൊടുത്താലും അവർക്കത് പെട്ടെന്ന് തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു. വളരെ ഇന്നോവേറ്റീവായിട്ടാണ് അവരെല്ലാം ചെയ്തത്. എന്തായാലും വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് കോമ്പറ്റീഷൻ. സന്തോഷം. അപ്പം ആ ഒരു സന്തോഷം ചേച്ചി പറഞ്ഞിരിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ the next main person of the Fira Basmati Rice Biryani Q&A powered by Willy White Toothpaste. നമുക്ക് let's welcome onto the stage the one and only, the very handsome Krishna. Hello. Hi. Welcome back once again. Thank you so much. So 12 days later I heard you saying I was eating, Correct. living and sleeping ബിരിയാണി എന്ന് കേട്ടായിരുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു 2 ദിവസങ്ങൾ? അതായത് എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഓക്കെ. ഏതൊരു ഫംഗ്ഷന് പോയാലും ഒരു ബിരിയാണി എനിക്ക് മസ്റ്റാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ബിരിയാണി റൗണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് സോ ടേസ്റ്റി. ടേസ്റ്റ് മാത്രമല്ല, അതിന് എല്ലാ ബിരിയാണികൾക്കും അതിൻ്റെ സ്വന്തമായൊരു ഫ്ലേവറും അതിന് സ്വന്തമായൊരു കഥ എല്ലാവർക്കും ഉണ്ട്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം അവർക്ക് എല്ലാവർക്കും ദേ ഹാവ് എ സ്റ്റോറി ബിഹൈൻഡ് ദ ബിരിയാണി. അതെല്ലാവരും അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ആ ബിരിയാണി മാത്രമല്ല, അവർ മെൻ്റലി അവർ നമ്മുടെ സ്വന്തം ഫാമിലി ആയിട്ട് ഷെയർ ചെയ്തത്. സ്റ്റോറി നറേറ്റേഴ്സ് were there, അല്ലേ? Amazing. സോ അപ്പോൾ നമ്മളുടെ ഫൈനൽ വിന്നറിന് അറിയാനുള്ള കൗതുകത്തിലാണ് ഞാനും. ആരാണ് നമ്മളുടെ ഫിറ ബസ്മതി റൈസ് ബിരിയാണി ക്വീൻ എന്നറിയാനുള്ള കൗതുകം. അപ്പോൾ ഇത്രയും ദിവസങ്ങളിൽ 12 ദിവസങ്ങളിലായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ബിരിയാണി റെസിപ്പീസ് നിങ്ങളിലേക്ക് എത്തിക്കാനും അതുപോലെ നമ്മളുടെ ഈ ഒരു ഉഗ്രൻ ബിരിയാണി കോമ്പറ്റീഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യാനും ഒക്കെ സാധ്യമായത് ഈ ഒരു പവർഫുൾ സ്പോൺസർ നമുക്കൊപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു വേദി അവരെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആവുകയില്ല. സോ ലെറ്റ് us welcome on to the stage the honorable CEO of Fira Foods, Sri Shine Shivaprasad.
Namaste, sir. Welcome to the Fira Basmati Rice Biryani Queen powered by Willy White Toothpaste. Thank So, you. yes, Thank you very much. നമ്മളിവിടെ ഒരു സ്പെഷ്യൽ റൗണ്ട് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മളുടെ ഫിറ ബസ്മതി റൈസ് വെച്ചിട്ട്. ആൻഡ് ലക്ഷ്മി മാം ഓൾറെഡി പറയായിരുന്നു ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള നല്ല അഭിപ്രായം പറയായിരുന്നു എന്നുള്ളത്. സോ വാട്ട് വുഡ് യു ലവ് ടു ഷെയർ വിത്ത് അവർ ഓഡിയൻസ്? തീർച്ചയായും മാഡത്തിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷെഫും അല്ലെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾ പറയുമ്പോൾ പിന്നെ നമുക്കതിലൊന്നും പറയാനില്ല. നമ്മുടെ റൈസ് ആക്ച്വലി റിയൽ ഫ്രം പഞ്ചാബ് ആൻഡ് ഹരിയാന, പ്രൊഡ്യൂസ്ഡ് ആൻഡ് പാക്ഡ് ഫ്രം പഞ്ചാബ് ഉള്ളി. സോ അതിൻ്റെ റിയൽ ടേസ്റ്റോട് കൂടിയിട്ട് 1-1-2-1 എന്ന് പറയുന്ന കറക്റ്റ് ബ്ലെൻഡ്, കറക്റ്റായിട്ടുള്ള ബസ്മതി റൈസ് പാക്ഡ് ഫ്രം അവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. അത് സ്റ്റീംഡ് ബസ്മതി റൈസാണ്. സ്റ്റീംഡ് ആകുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടി അതിന് കറക്റ്റ് വൺ ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് അല്ലെങ്കിൽ ലെങ്തി റൈസാണ്. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് 2.4 mm വരെ ലെങ്ത് വരുന്ന റൈസാണ്. ടേസ്റ്റിയാണ്, നല്ല അരോമയാണ്. നല്ല മണമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഒരാളെ കൂടെ വിളിക്കാം. ബട്ട് ബിഫോർ ദാറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ കൊളാബറേറ്റിംഗ് വിത്ത് us. We are looking forward for more. Sure. So with that, നമുക്ക് നമ്മളുടെ വിന്നേഴ്സിനുള്ള ഗിഫ്റ്റ് ഹാമ്പർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മിൽമയുമാണ്. So from Milma, let us welcome onto the stage the respected chairman Srimati Mani Vishwanath. Namaste ma'am. വെൽക്കം ടു ദി ബിരിയാണി ക്വീൻ. പ്രിയമുള്ള ജഡ്ജസ്, പ്രിയമുള്ളവരെ, ഞങ്ങളെ ഇതിനകത്ത് ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള മിൽമയിൽ ഞങ്ങൾക്ക് ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. ആ ഫൈനൽ 5 കണ്ടസ്റ്റൻസിനെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോ ലെറ്റ് us once again welcome back on to the stage those amazing 5 stars. അപ്പൊ നമ്മുടെ ഫൈനൽ 5 ബിരിയാണി സ്റ്റാർസ് എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇനി അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാലേ, കൂടുതലൊന്നും പറയണ്ട, മറ്റേ തേങ്ങ ഉടക്കി സ്വാമി എന്നുള്ള മോഡിൽ നിൽക്കുകയാണ്. സോ യെസ്, ലെറ്റ് us kill the suspense. ആൻഡ് ലക്ഷ്മി ചേച്ചി, നമ്മുടെ സെക്കൻഡ് റണ്ണറപ്പിനെ അനൗൺസ് ചെയ്താലോ? ഓക്കെ, അപ്പോൾ സെക്കൻഡ് റണ്ണർ-അപ്പ് മീൻസ് ദ തേർഡ് പ്രൈസ് വിന്നർ. കൃഷ്ണ, ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ, ധൈര്യമുണ്ട്. ജഷീല യാസിർ. The second runner-up for the Fira Basmati Rice Biryani Queen, Jashila Yasir. Congrats, Jashila Yasir. Nalla sashayum certificate ഒക്കെ ലക്ഷ്മി ചേച്ചി നമുക്ക് കൊടുത്താലോ മുന്നേക്ക് വന്നാ? Yes, Fira Basmati Rice Biryani Queen second runner-up Jashila Yasir ആണ്. And trophy നൽകുന്നതിനായി ഇൻവൈറ്റിംഗ് കൃഷ്ണ. അതോടൊപ്പം നമ്മുടെ സെക്കൻഡ് റണ്ണറപ്പിന് നൽകുന്നത് 20,000 രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് ആണ്, സ്പോൺസർഡ് ബൈ ദി ഫിറ ഫുഡ്സ്. ഇൻവൈറ്റിംഗ് മിസ്റ്റർ ഷൈൻ ശിവപ്രസാദ് ഫോർ ദി സെയിം. ഓൾസോ നമ്മളുടെ സെക്കൻഡ് റണ്ണറപ്പിന് മിൽമ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെയുണ്ട്. മണി വിശ്വനാഥ് മാമിനെ അതിനായി ഇൻവൈറ്റ് ചെയ്യുകയാണ്. തീർന്നില്ല, നമ്മളുടെ ഫിറ ഫുഡ്സിന്റെയും അതുപോലെ തന്നെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെയും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ കൂടെയുണ്ട്. സോ മേ ഐ റിക്വസ്റ്റ് കൃഷ്ണ ടു കൈൻഡ്ലി ഹാൻഡ് ഓവർ ദി സെയിം ടു ജഷീല യാസിർ. ആൻഡ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെയും ഗിഫ്റ്റ് ഹാമ്പർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തേർഡ് പ്രൈസ് വിന്നറിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു, ദി സെക്കൻഡ് റണ്ണറപ്പിനെ. അപ്പൊ ഇനി ഫസ്റ്റ് റണ്ണറപ്പ് അഥവാ സെക്കൻഡ് പ്രൈസ് വിന്നർ ഫോർ ദി ഫിറ ബസ്മതി റൈസ് ബിരിയാണി ക്വീൻ പവേർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ആണ്. അനൗൺസ് ചെയ്താലോ? ഞാൻ തന്നെ ചെയ്യണം അല്ലേ? യെസ്. അതായത് ഓരോ സ്റ്റെപ്പ് കൂടുമ്പോഴും ടെൻഷൻ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ട് ഇവർക്കും ഞാൻ പറഞ്ഞോട്ടെ, റെഡിയല്ലേ? ഉഷാറ്, ബിരിയാണി ഉഷാറ്. It is Jasima Mubashir.
Jessima Mubashir, the first runner-up for the Fira Basmati Rice Biryani Queen, powered by the Willy White Toothpaste. അപ്പോൾ ആ ഒരു സാക്ഷിയും അതുപോലെ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ സെറമണിയിലേക്ക് നമുക്ക് കിടന്നാലോ? നമ്മുടെ ബിരിയാണി ക്യൂവിന്റെ ഫസ്റ്റ് റണ്ണറപ്പിന് നൽകുന്നത് 25,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. സ്പോൺസർഡ് ബൈ ദ ഫിറ ഫുഡ്സ്, ഹാൻഡഡ് ഓവർ ബൈ ശ്രീ ഷൈൻ ശിവപ്രസാദ്, റെസ്പെക്ടഡ് CEO ഫോർ ഫിറ ഫുഡ്സ്. ആൻഡ് ഓൾസോ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്, മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച് മണി മാം. ആൻഡ് ഫൈനലി ഫിറ ഫുഡ്സിന്റെയും അതുപോലെ തന്നെ നമ്മളുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെയും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട്. മിസ്റ്റർ കൃഷ്ണ, can we please hand it over? Sure. So yes, the time has come for us to be announcing the Fira Basmati Rice Biryani Queen herself. പക്ഷെ അതിനു മുമ്പ് ഒരു ഗസ്റ്റിനും കൂടി ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ട്. Let us welcome onto the stage with absolute respect the respected marketing head for Milma. Let us welcome onto the stage Miss Anushya, also onto the stage. Thank you so much for being with us. So yes, അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവുകയാണ്. ആൻഡ് വിത്ത് ദാറ്റ് നമുക്ക് നമ്മളുടെ ആ ഫൈനൽ വിന്നറിനെ അറിയാനുള്ള കൗതുകം നമുക്ക് ഇപ്പൊ തന്നെ. Let us just go ahead and ma'am please. Okay. ഫെമി മുനീർ. Yes, my dear people, the Fira Basmati Rice Biryani Queen, powered by Willy White Toothpaste, our title winner is Femi Munir. Let us go ahead and crown the queen, the biryani queen, Miss Femi Munir. എല്ലാരും നന്നായി കൈയടിക്കും. അതെ. കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ബിരിയാണി വിദഗ്ധരിൽ നിന്ന് നമ്മളതേ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മളുടെ ഫെമി മുനീറിനെ as the Fira Basmati Rice Biryani Queen, powered by the Willy White. And also നമുക്ക് നമ്മളുടെ ട്രോഫി, നമ്മളുടെ ബിരിയാണി ക്യൂവിനുള്ള ആ ഗ്ലോറിയസ് ട്രോഫി. ആൻഡ് നമ്മളുടെ ബിരിയാണി ക്യൂവിന് നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 35,000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ്. സ്പോൺസർഡ് ബൈ the Fira Foods and handed over by Sri Shai Shivaprasad, the respected CEO for Fira Foods. തീർന്നിട്ടില്ല, മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട്. ഇത്തവണ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാനായിട്ട് നമ്മുടെ ചെയർമാൻ ശ്രീമതി മണി വിശ്വനാഥ് മാമിനോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ഹെഡ് ശ്രീ അനിഷയും ഇൻവൈറ്റ് ചെയ്തു. പ്ലീസ് ഗോ അഹെഡ്. ഓൾസോ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട്. കൃഷ്ണ, can we please give it out? തീർന്നു എന്ന് വിചാരിക്കരുത്, ഫിറ ഫുഡ്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ കൂടെ. അങ്ങനെ നമ്മളുടെ ഫിറ ബസ്മതി റൈസ് ബിരിയാണി ക്വീൻ പവേർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ ആ ഫൈനൽ ടൈറ്റിൽ വിന്നർ ഇവിടെ എത്തിയിരിക്കുകയാണ്, നമ്മുടെ ഫെമി മുനീർ. സോ ഫെമി മുനീർ, I think you deserve a special moment, so please come forward. And also നമ്മളുടെ ഈ പ്രിയപ്പെട്ട രണ്ട് ജഡ്ജസും നമ്മളുടെ ഫെമിയുടെ രണ്ട് വശത്തായി നിൽക്കാനായിട്ടും കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തോട്ടെ. പ്ലീസ് ഗോ അഹെഡ്. യെസ്. ആൻഡ് ഓൾസോ രണ്ട് വാക്ക് ഫെമി, എന്താണ് പറയാൻ തോന്നുന്നത്? ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഈ ഒരു ഫിറ ബസ്മതി റൈസ് ബിരിയാണി ക്വീൻ ടൈറ്റിൽ വിന്നറായതിൽ അതിയായ സന്തോഷം. കൈരളി ടി വിക്കും
നമ്മുടെ ജഡ്ജസിനും പിന്നെ ദൈവത്തിനും എൻ്റെ ഫാമിലിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് പ്രൈസ് വിന്നറിനെയും അതുപോലെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ് വിന്നേഴ്സിനെയും കിട്ടി. പക്ഷെ അത് മാത്രം പോരാ, നമ്മളുടെ ഫിറ ബസ്മതി റൈസ് ബിരിയാണി ക്വീൻ്റെ ഫൈനൽ 5-ൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ടുപേരും മുത്തുകളാണ്. അപ്പോൾ അവരെയും കൂടെ നമുക്ക് ഈ ഒരു മൊമെന്റിൽ വെച്ചിട്ട് വി നീഡ് ടു സെലിബ്രേറ്റ് ദം. സോ യെസ്, നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആൻഡ് അതുപോലെ തന്നെ ട്രോഫി നൽകുന്ന മൊമെന്റ് ആണ്. സോ മേ ഐ ഹംബ്ലി റിക്വസ്റ്റ് മിസ് റഫീന റഫീഖ് ടു കൈൻഡ്ലി കം ഫോർവേഡ്. നമ്മുടെ റഫീന ചേച്ചിയുടെ ഈ ഒരു പ്രൈസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റഫീന ചേച്ചിയുടെ ആ ഒരു ശക്തമായ പിൻബലവും കൂടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. റഫീന ചേച്ചിയുടെ ഹസ്ബൻഡും അതുപോലെ കുഞ്ഞു മോനും ചേർന്നാണ് നമ്മുടെ ഈ ഒരു പ്രൈസ് റിസീവ് ചെയ്യുന്നത്. ചേച്ചി, can we please go ahead? റഫീന ചേച്ചിക്കും ഫാമിലിക്കുമുള്ള ട്രോഫി നൽകാനായിട്ട് may I request Mr. Krishna to kindly come forward. നമ്മളുടെ ഫൈനലിസ്റ്റിന് 10,000 രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട് ഫിറ ഫുഡ്സ്. And for that, with us we have the respected CEO of Fira Foods, Mr. Shine Shivaprasad. അതോടൊപ്പം മിൽമയുടെ ഗിഫ്റ്റ് ഹാമ്പർ നൽകാൻ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് മിൽമയുടെ ചെയർമാൻ ശ്രീമതി മണി വിശ്വനാഥ് മാം. ആൻഡ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടിയുണ്ട്. കൃഷ്ണ ചേട്ടാ, can we please go ahead and do it? ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ കൊണ്ടുവേണം നമുക്ക് കണ്ണൂർക്ക് തിരിച്ചു പോവാൻ. ആൻഡ് ഫോർ ദാറ്റ് ഫിറ ഫുഡ്സിൽ നിന്നും ഷൈൻ സർ കമ്മിങ് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈസ് നമ്മളുടെ ബിരിയാണി ക്യൂവിന്റെ ഫൈനൽ 5 കണ്ടസ്റ്റൻസിലെ അവസാനത്തെ ആളാണ്. നമ്മളുടെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അതുപോലെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിച്ച ഒരാൾ കൂടെ ആയിരുന്നു തോന്നുന്നു അല്ലെ. So yes, let us welcome onto the stage Miss Hasina Hani. അപ്പൊ ഹസീന ചേച്ചിയുടെ ഈ ഒരു പ്രൈസ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഹസീന ചേച്ചിയുടെ കൂടെ ഹസീന ചേച്ചിയുടെ ബാക്ക് ബോൺ കൂടെ വേണമെന്നുണ്ട്. So let us welcome onto the stage her darling husband. So kindly join with us please. So ഹസീന ചേച്ചിക്കുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ലക്ഷ്മി ചേച്ചി പ്ലീസ്. ആ ഒരു ഫൈനലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ട്രോഫി നൽകാനായിട്ട് കൃഷ്ണചേട്ടനെ റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് ഗോ ഹെഡ്. ആൻഡ് യെറ്റ് അഗൈൻ നമ്മളുടെ ഫൈനലിസ്റ്റിനുള്ള ക്യാഷ് പ്രൈസ് 10,000 rupees ക്യാഷ് പ്രൈസ് നൽകുകയാണ് ഫിറ ഫുഡ്സിന്റെ CEO ശ്രീ ഷൈൻ ശിവപ്രസാദ്. മിൽമയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നതിനായി റിക്വസ്റ്റ് ചെയ്യുന്നു ശ്രീമതി മണി വിശ്വനാഥ് മാം, ദ ഓണറബിൾ ചെയർമാൻ ഫോർ മിൽമ. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഉണ്ട്. സോ യെസ് കൃഷ്ണ, can we please go ahead and do it? And lastly നമ്മളുടെ ഒരു ഫൈനൽ കണ്ടസ്റ്റന്റിന് നൽകുന്ന ഫിറ ഫുഡ്സിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പർ നൽകുന്നത് ലക്ഷ്മി ചേച്ചിയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ 12 ദിവസത്തെ പാചക പോരാട്ടത്തിന് ശേഷം നമ്മളുടെ ഫൈനൽ 5 കണ്ടസ്റ്റൻസ് എത്തുകയും അവരിൽ നിന്നുള്ള വിന്നേഴ്സിനെ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഈ 5 പേരിലേക്ക് എത്താനും അവസാനം ഈ ഫൈനൽ ഈ 3 പേരിലേക്കൊക്കെ എത്തി ഇവരുടെ ഈ ഒരു ജഡ്ജ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഉറപ്പായിട്ടും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എൻ ഹെർക്യുലിയൻ ടാസ്ക്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഒരു ടാസ്ക് ഇത്രയും മനോഹരമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത നമ്മളുടെ ഈ 2 ജഡ്ജസിനും ഒരു സ്പെഷ്യൽ ഓണറിങ്ങിന്റെ ആവശ്യമുണ്ട്. ആൻഡ് ഫോർ ദാറ്റ് മേ റിക്വസ്റ്റ് ദി CEO ഫോർ ഫിറ ഫുഡ്സ് ശ്രീ ഷൈൻ ശിവപ്രസാദ്. സോ can we please hand out a special gift hamper from Fira Foods to our amazing judges. അതുപോലെ നമ്മുടെ കൃഷ്ണ ചേട്ടനുമുള്ള ഗിഫ്റ്റ് ഹാമ്പർ നൽകാനായിട്ട് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ് സാറിനോട്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ബീൻ സച്ച് an energetic presence all throughout. Thank you sir. Thank you sir. അതുപോലെ മേ ഐ റിക്വസ്റ്റ് നമ്മളുടെ മിൽമയുടെ ചെയർമാൻ മാം ഉണ്ട് ഇവിടെ നമ്മളുടെ ഒപ്പം മണി വിശ്വനാഥ് മാം. മാം പ്ലീസ് ഗോ അഹെഡ്. കൃഷ്ണ
Please receive. Thank you. Thank you so much for being here. And ഉറപ്പായിട്ടും ഇവര് 2 ജഡ്ജസ് ഒരുമിച്ച് ശക്തമായി നിന്നതുകൊണ്ടാണ് ഈ 12 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നടന്നത് അല്ലേ? And we need to celebrate your friendship also. So നമുക്ക് നമ്മുടെ Willy White toothpaste-ന്റെ ആ ഒരു ഗിഫ്റ്റ് ആമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിക്കൊണ്ട് let's celebrate that friendship, that bond. Yes. Thank you, Willy White. Thank you, Willy White. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിരി എന്നും നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you so much. And once again, thank you so much to all 5 of you and to our amazing sponsor for being here with us today. You may now kind of take back your seat. Thank you so much. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫിറ ബസ്മതി റൈസ് ബിരിയാണി ക്യൂൻ പവേർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിലെ നമ്മളുടെ കുറച്ചധികം ആൾക്കാരൂടെ ഉണ്ട്, നമ്മളുടെ മറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെയും കൂടെ നമുക്ക് ഈ ഒരു മൊമെന്റിൽ വെച്ചിട്ട് അവർക്കുള്ള സർട്ടിഫിക്കറ്റ്സ് ഹാൻഡ് ഔട്ട് ചെയ്യാം. സോ ഏറ്റവും ആദ്യം നമുക്ക് നമ്മളുടെ 3 സെമി ഫൈനലിസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലേ, അവരെ ഇൻവൈറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മളുടെ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ നമ്മളുടെ പാർട്ടിസിപ്പൻസ്, നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടായിരുന്ന നമ്മുടെ കുറച്ച് പാർട്ടിസിപ്പൻസിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളുടെ ഫിറ ബസ്മതി റൈസ് ബിരിയാണി ക്യൂൻ പവേർഡ് ബൈ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റിന്റെ ആ ഒരു ഗ്രാൻഡ് ഫൈനൽ മൊമെന്റിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മളുടെ ഫൈനലിസ്റ്റിനെ എല്ലാവരും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, നമ്മളുടെ ടൈറ്റിൽ വിന്നറിനെ നമ്മൾ കണ്ടെത്തി. ആൻഡ് മാത്രമല്ല, പ്രേക്ഷകർക്ക് ഒരുപാടധികം ബിരിയാണിയുടെ ഉഗ്രൻ റെസിപ്പികൾ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ റെസിപ്പീസ് ഒക്കെ വെച്ച് വീട്ടിലുള്ളവരെല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള ബിരിയാണികൾ ഉണ്ടാക്കി കൊടുത്തോളൂ. അപ്പോൾ എപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല പരിപാടികളുമായി വരുന്ന കൈരളി ഇനിയും ഇതുപോലെയുള്ള ഒരു ഉഗ്രൻ പരിപാടിയായിട്ട് വളരെ വേഗം തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും. So until then, thank you so much and thank you so much to our amazing judges. Let us give them a huge round of applause. Thank you and thank you so much. See you all once again. Biryani Queen Seafood Partner Finmart and Delfish Trivandrum. The gift hamper sponsored by Milma. Dr. Lakshmi Nayer's Ornaments Courtesy Jewel Hut GH Road Statue Trivandrum. Abharanam by Anuradha Nair East Fort Trivandrum.